ഇന്ന് ദൈവമക്കളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ദ ബുക്ക് ഓഫ് പ്രൊഫറ്റ് എസക്കേൽ. നമുക്ക് ആ പുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കാം. ആ ഇന്നത്തെ ആ ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ പ്രാരംഭമായി ചില കാര്യങ്ങൾ ആ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ അത് പ്രവചിച്ച കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രവചന പുസ്തകത്തിലെ സന്ദേശം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് എഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താൻ പ്രവാസികളുടെ മധ്യത്തിൽ പ്രവചിച്ച ഒരു പ്രവാചകൻ. ഹി വാസ് ആൻ എക്സൈലിക് പ്രോഫറ്റ്. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവാലോചന നിരസിച്ചു കളഞ്ഞ ജനത്തെ ദൈവം പറഞ്ഞതുപോലെ തന്നെ പ്രവാസത്തിലേക്ക് അയച്ചു. ബാബിലോൺ പ്രവാസത്തിലേക്ക് കടന്നുപോയ യഹൂദന്മാരുടെ പ്രവാസികളുടെ ഇടയിൽ ഞാൻ ഇരിക്കുമ്പോൾ ദർശനങ്ങളെ ദർശിച്ചു എന്നൊക്കെയാണ് 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ ആമുഖമായി നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെങ്കിലേ നമ്മൾ ഇന്ന് എടുക്കുന്ന ആ ടെക്സ്റ്റിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇസ്രായേലിന്റെ യഹൂദ ജനത്തെ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആ പ്രവാസത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ ശത്രു ആക്രമിച്ചത് പല ഘട്ടങ്ങളായിട്ടാണ്. 1, 2, 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ആക്രമണം യഹൂദന്മാർക്കെതിരെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും 3-ാമത്തെ ആക്രമണത്തിലാണ് പട്ടണത്തെ നശിപ്പിച്ച്, ആലയത്തെ നശിപ്പിച്ച്, ആ ദേശത്തെ തന്നെ ഇല്ലാതാക്കി ജനത്തെ പൂർണ്ണമായി കൊണ്ടുപോകുന്നത് 3-ാമത്തെ അറ്റാക്കിലാണ്. യഹസ്കേൽ എന്ന് പറയുന്ന ഈ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഒരു പക്ഷെങ്കിൽ ഇതിന്റെ 2-ാമത്തെ അറ്റാക്കിലായിരിക്കാം ബാബിലോണിലേക്ക് പോയത്. പ്രത്യേകിച്ച് ഈ പുസ്തകം ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പുസ്തകത്തിന്റെ 33-ാമത്തെ അധ്യായത്തിലാണ് യഹൂദയുടെ തലസ്ഥാനമായ യെരുശലേം വീണിരിക്കുന്നു. ദ സിറ്റി ഹാസ് ഫോളൻ. യെരുശലേം പട്ടണത്തിന് നാശമുണ്ടാകുമ്പോൾ രക്ഷപ്പെട്ട ഒരാൾ ഓടി വന്ന് പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് അറിയിക്കുകയാണ്, നമ്മുടെ ദേശം നശിച്ചു പോയിരിക്കുന്നു. പറഞ്ഞു വരുന്നതിന്റെ സാരം, പ്രവാചകന്റെ ഈ പ്രവചന പുസ്തകത്തിലെ പ്രാരംഭ അധ്യായങ്ങളൊക്കെ പ്രവചിക്കുമ്പോൾ കുറെ പേര് പ്രവാസത്തിലും ബാക്കി കുറച്ചു പേര് യഹൂദയിലൊക്കെ ആയിട്ട് ചിന്നിച്ചിതറി പല ഭാഗത്തായിട്ടിരിക്കുന്ന ജനത്തോടുള്ള പ്രവചനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിക്കാൻ എടുത്തിരിക്കുന്നത് 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിലേക്കാണ് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ചാപ്റ്റർ 14 വേഴ്സസ് 1 to 11. അതിന് നമുക്ക് ഒരു കീ വേഴ്സ് ആയിട്ട് ഇന്നത്തെ ആ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഒരു കുറിവാക്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ ഒടുവിൽ ഒരു ചോദ്യമുണ്ട്. ചാപ്റ്റർ 14 വേഴ്സ് 3യുടെ ലാസ്റ്റിലുള്ള ചോദ്യമാണ് ഈ സന്ദേശത്തിന്റെ ഒരു തലക്കെട്ടായിട്ടോ അതിന്റെ ഒരു കീ വേഴ്സ് ആയിട്ട് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ബാക്കിയുള്ള വാക്യങ്ങൾ ചേർത്ത് കർത്താവിന്റെ ഉള്ളിൽ പകർന്ന ഒരു സന്ദേശം ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ചാപ്റ്റർ 14 വേഴ്സസ് 3, അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? ചോദ്യം ഇതാണ്, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? നമുക്ക് പൊതുവെ കേൾക്കാൻ താല്പര്യമുള്ള സന്ദേശം, കേൾക്കുമ്പോൾ സന്തോഷം നൽകുന്ന സന്ദേശം, God hears our prayers. കർത്താവിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. കർത്താവിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. നമുക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രസംഗത്തിൽ നമ്മൾ പല വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയും, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് കാതോർത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യെസ്, ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എൻകറേജിങ്. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന, നമ്മളെ ഉറപ്പിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ അങ്ങനെയുള്ള പല സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞ ഭാഗങ്ങൾ പലത് ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റും.
യാചിക്കുവീൻ എന്നാൽ എന്നാൽ കിട്ടും. ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും, ആസ്ക് യു വിൽ റിസീവ്, ചോദിക്കുക നിങ്ങൾക്ക് കിട്ടും. പഴയ നിയമത്തിൽ നമ്മൾ പഴയ നിയമ പുസ്തകമാണ്, പഴയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളാം. ആസ്ക് മീ ആൻഡ് ഐ വിൽ ഗിവ് യു ആൻസർ, ഐ വിൽ ഗിവ് യു ദ നേഷൻസ്, ഉത്തരമായി ജാതികളെ ഞാൻ അവകാശം നൽകാം എന്നിങ്ങനെ പല വാക്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ചോദ്യം ഇതാണ്, പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? ഷുഡ് ഐ ലെറ്റ് മൈസെൽഫ് ബി കൺസൾട്ടഡ് ഇഫ് ദേ എൻക്വയർ? അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം അരുളണം. ആ ചോദ്യത്തിന് സത്യത്തിൽ ഉത്തരം വേണ്ട, ഉത്തരം അവിടെ പറഞ്ഞിട്ടില്ല. ഇതൊരു ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യമാണ്. കാരണം പറയാതെ തന്നെ ആ പശ്ചാത്തലം അതിന്റെ ഉത്തരം നൽകുന്നുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല. ദി ആൻസർ ഈസ് ഓൺ ദി നെഗറ്റീവ് സൈഡ്. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളണമോ? അതിന്റെ ഉത്തരം ദൈവം ആക്ച്വലി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളത്തില്ല. That is the meaning of that question. It is a rhetorical question. It doesn't need an answer because it is an explicit no. I will not answer. ഞാൻ മറുപടി നൽകത്തില്ലെന്നാണ് അതിന്റെ ഉത്തരം. How strange that is. ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് ഒരു തലക്കെട്ടിടണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സന്ദേശത്തിന് ഒരു ഫോക്കസ് കൊണ്ടുവരണം എന്നൊക്കെ ഓർത്തപ്പോഴാണ് ആ 3-ാം വാക്യത്തിലേക്ക് ഞാൻ പ്രാരംഭത്തിൽ ആ വാക്യം തൊട്ട് തുടങ്ങിയത്. ബിക്കോസ് ഐ ഫെൽറ്റ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതിനൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യമല്ലേ. എ സ്ട്രേഞ്ച് ആൻസർ, വിചിത്രമായ വിഭിന്നമായ ഒരു ഉത്തരം, ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി അല്ല, പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി. 3-ാം വാക്യത്തിൽ ദൈവം ഞാൻ അവർക്ക് ഉത്തരമരുളണമോ, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളണമോ എന്ന് ചോദിച്ചതിന് ശേഷം വീണ്ടും ചില വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ, നമ്മൾ എടുത്ത 11-ാം അധ്യായ വാക്യത്തിൽ തന്നെ കുറച്ചും കൂടെ താഴേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കഠിനമായ ചില മറുപടികൾ ദൈവം പറയാം. ഒന്നാമത് ദൈവം പറഞ്ഞത് ഐ വിൽ നോട്ട് ആൻസർ എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഗോഡ് ഈസ് സേയിങ്, ഓ പ്രോഫറ്റ്, ഓ സൺ ഓഫ് മാൻ, മനുഷ്യപുത്ര, നീ മറുപടി പറയണ്ട, ഈ വന്നിരിക്കുന്നവരോട് ഞാൻ മറുപടി പറയാം. ഐ മൈസെൽഫ് വിൽ ആൻസർ. എന്നിട്ട് ഏത് തരത്തിലുള്ള ആൻസർ ആണെന്നൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന പോലത്തെ ചില മറുപടികൾ. An answer that will scare us. ഭയമുളവാക്കുന്ന, പേടിപ്പിക്കുന്ന ചില ഉത്തരങ്ങൾ ദൈവം അവിടെ പറയാം. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 14-ന്റെ 8. Ezekiel chapter 14 verse 8. ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലും ആക്കും. ഞാൻ അവനെ എന്റെ ജനത്തിന് നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യോ പ്രിയമുള്ളവരെ, നിങ്ങളിത് കാണുന്നുണ്ടോ? ദൈവം പറയുന്ന മറുപടികൾ ഒന്ന് ശ്രദ്ധിച്ചേ. കുറച്ചുപേര് ദൈവത്തോട് ചോദ്യവുമായിട്ട് വന്നു, പ്രവാചകന്റെ അടുത്ത് ചില ചോദ്യങ്ങള്. പക്ഷെ ദൈവം പറയാ, ഇവർ ചോദിച്ചാൽ ഞാൻ മറുപടി തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഐ എം നോട്ട് ഗോയിങ് ടു ആൻസർ ദീസ് പീപ്പിൾ. Then later on God is saying, okay prophet, you step aside. നീ മാറി നിൽക്ക്, എസ്കേലെ നീ മാറി നിൽക്ക്. ഈ ജനത്തിനുള്ള മറുപടി നിന്നിലൂടെ അല്ല, പ്രവാചകനിലൂടെയുള്ള മറുപടി അല്ല, ഞാൻ നേരിട്ട് ഉത്തരം പറയാൻ പോവാ. എന്നിട്ട് പറയുന്നത്, ഈ വന്നിരിക്കുന്നവരെ ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയുമെന്നുള്ള ഭയാനകമായ terrible scary answers. What kind of an answer is this?
എന്താണ് ഇങ്ങനത്തെ മറുപടി? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നതിന്റെ കാരണമല്ല ഇന്നത്തെ സന്ദേശം, മറിച്ച് ഈ അധ്യായം പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ ഈ ജനത്തിന് ഇങ്ങനെ മറുപടി കിട്ടിയതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. There are few problem with these people. We will be looking into that. നമ്മൾ അവരെ പറ്റി ധ്യാനിക്കുമ്പോൾ, ഞാൻ എപ്പോഴും പഴയ നിയമത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ, നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതൊരു വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ അടുക്കുമ്പോൾ ഒരു സ്വയ പരിശോധനയ്ക്ക്, സ്വയ വിലയിരുത്തലിന് ഇത് കാരണമാകട്ടെ. ആ ജനത്തോടുള്ള ദൈവത്തിന്റെ കഠിനമായ മറുപടികൾ നമ്മളുടെ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളെ ക്രമീകരിക്കേണ്ട മേഖലകളിൽ ക്രമീകരിക്കപ്പെടുവാൻ നമ്മളെ തന്നെ വചനത്തിന്റെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. Should I answer them if they inquire? അവർ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. എന്തുവാണ് ഈ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ്? എന്തുവാണ് 14-ാം അധ്യായത്തിന്റെ സംഭവം? എന്തുവാണ് ഇവിടെ നടന്നത്? അതിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ 11 അധ്യായങ്ങളിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം. വ്യക്തമായിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. 1-ാം വാക്യം ഒന്ന് നോക്കിക്കേ. എസെക്കിയേൽ ചാപ്റ്റർ 14 വേഴ്സ് 1. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ദൈവമക്കൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ അത് പറയാൻ കാരണം. ഈ സംഭവം നടക്കുന്നത് ഇസ്രായേലിലല്ല, യെരൂശലേമിലല്ല, മറിച്ച് ബാബിലോൺ പ്രവാസത്തിൽ പ്രവാസികളുടെ ഇടയിലെ ഒരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ ഈ 14-1 പറയുന്ന ഇസ്രായേൽ മൂപ്പന്മാർ എന്ന് പറയുന്നത് ബാബിലോണിൽ പ്രവാസത്തിലേക്ക് വന്നിരിക്കുന്ന ജനത്തിന്റെ ഇടയിലെ മൂപ്പന്മാരാണ്. ഈ നദിയുടെ തീരത്ത് സ്വന്തം നാടും സ്വന്തം ദേശവും എല്ലാം വിട്ട് പ്രവാസികളായി വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള മൂപ്പന്മാരിൽ ചിലർ യെഹസ്കേൽ എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് വരിക. ഇവർ വന്ന് പ്രവാചകന്റെ അടുക്കൽ ഇരുന്നു, പ്രവാചകന്റെ മുൻപിൽ ഇരുന്നു. എന്തിനായിരിക്കും ഇവർ പ്രവാചകന്റെ അടുത്ത് വന്നത്? 1-ാം അധ്യായം മുതൽ പ്രവാചകന് ദിവ്യ ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അരുളപ്പാടുകൾ പലത് പ്രവാചകൻ പറയുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ 14-ാം അധ്യായമൊക്കെ ആയപ്പോൾ ഈ മൂപ്പന്മാർ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഭാവി എന്താകും, ഞങ്ങൾക്ക് മുന്നോട്ടിനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ദൈവം ഞങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുമോ, ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ആഗ്രഹിച്ച്, ഒരു പ്രവചന ശബ്ദം കൊതിച്ചുകൊണ്ട് സ്വന്തം ജനത്തിന്റെ, ഇസ്രായേലിന്റെ, യെരൂശലേമിന്റെ ഭാവിയെ ഓർത്ത് ദൈവജനത്തിന്റെ ഭാവി എന്താകുമെന്നുള്ള ഒരു ആഗ്രഹത്തോടൊക്കെ ആവാം ഈ മൂപ്പന്മാർ പ്രവാചകന്റെ അടുത്ത് വന്നിരിക്കുന്നു. അതിന്റെ കാരണം ഒരു പക്ഷെങ്കിൽ ഇവർ മൂപ്പന്മാരായതുകൊണ്ട് തന്നെ പ്രവാസികൾ പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അല്ലയോ ഇസ്രായേൽ മൂപ്പന്മാരെ, നമുക്കെന്താ ഇങ്ങനെ പറ്റിയത്? നമ്മളെന്താ പ്രവാസത്തിലേക്ക് പോയത്? നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ, നമ്മളെ ദൈവം കൈവിട്ടോ? ദൈവം നമ്മളെ എന്തുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു? നമുക്കൊരു മടങ്ങിപ്പോക്കുണ്ടോ? എന്നാ മടങ്ങിപ്പോകുന്നേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഒരു പക്ഷെങ്കിൽ അവരുടെ മുൻപിൽ കണ്ടേക്കാം. പല ചോദ്യങ്ങളുമായിട്ടൊക്കെ ഒരു പ്രവചന ശബ്ദം കേൾക്കാൻ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യെഹസ്കേലിന്റെ അടുത്തേക്ക് ഇവർ ചെല്ലുക.
ചോദ്യം എന്താന്ന് വ്യക്തമായി ഈ അധ്യായം പറയുന്നില്ല, പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഇവർ ചോദിച്ച ചോദ്യത്തെക്കാളും പ്രധാനം ഇവർക്ക് ലഭിച്ച ഉത്തരമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ദി ആൻസർ ഓഫ് ഗോഡ്. ചോദ്യം വ്യക്തമല്ല, ഇതൊക്കെ ആവാം, കാരണം ആ പശ്ചാത്തലം അതൊക്കെയാണ് പറയുന്നത്. അവരായിരിക്കുന്ന സാഹചര്യം, അവരുടെ മേൽ ഇട്ടിരിക്കുന്ന ആ പ്രഷറിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആകാം. പക്ഷെങ്കിൽ ഉത്തരത്തിലേക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം. എ വെരി ഹാർഷ് ആൻസർ. ഐ എം നോട്ട് ഗോയിങ് ടു ആൻസർ ദിസ് പീപ്പിൾ. ഇവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? ഇവർക്ക് ഞാൻ ഉത്തരം അരുളിയാൽ അത് നാശമായിരിക്കുമെന്ന് പറയാം. വൈ ഈസ് ഗോഡ് സോ ഹാർഷ് ടു ദിസ് പീപ്പിൾ? ഈ വന്ന മൂപ്പന്മാരോട് എന്തേ ദൈവം ഇങ്ങനെ പെരുമാറിയത്? സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ പ്രവാസികളുടെ ഇടയിൽ പലരും ഒരു പക്ഷെങ്കിൽ ദൈവവിശ്വാസമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ദൈവത്തെയൊക്കെ ധിക്കരിച്ച് ജീവിച്ച് കാണും. വേണ്ടെന്നൊക്കെ വെച്ച് കാണാം. ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞു, വി ഡോണ്ട് നീഡ് ദിസ് ഗോഡ് എനിമോർ എന്നൊക്കെ പറഞ്ഞു പോയവർ കണ്ടേക്കാം. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ദിസ് എൽഡേഴ്സ്, ഈ മൂപ്പന്മാർ സത്യത്തിൽ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? അവരൊരു ആലോചന കേൾക്കാൻ പ്രവാചകന്റെ അടുത്ത് വന്നിരിക്കുകയല്ല. എന്നിട്ടും എന്താണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ കഠിനമായ ഒരു ഉത്തരം ദൈവം നൽകിയതിന്റെ കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ ഈ ഭാഗത്ത് നിന്ന് വെക്കാൻ ആഗ്രഹിക്കുക. 2 reasons. ഈ അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നൽകുന്ന 2 ഉത്തരങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ദൈവം ഇത്രയും കഠിനമായ ഭാഷയിൽ ഇത്രയും കഠിനമായ മറുപടികൾ നൽകാനുണ്ടായ 2 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം നമ്മൾ കാണുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ്. 2-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം, അല്ലെങ്കിൽ 1 മുതൽ തന്നെ വായിച്ചു. അപ്പോൾ ആ പശ്ചാത്തലവും ആ പറയുന്ന കാരണങ്ങളും നമുക്ക് വ്യക്തമാകും. 1, 2, 3 വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചു കേൾക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 14 വേഴ്സ് 1 to 3. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? എന്തോ അപ്പോ ഒന്നാമത്തെ കാരണം? The first reason is idolatry. വിഗ്രഹാരാധനയാണ് ഒന്നാമത്തെ കാരണം. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഈ മൂപ്പന്മാർക്ക് ഞാൻ ഉത്തരം അരുളത്തില്ലെന്നല്ലേ ആ 3-ാം വാക്യത്തിന്റെ അർത്ഥം? ദൈവം ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഉടമ്പടി ചെയ്യുന്ന പുറപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങൾ മുതൽ ദൈവം ശക്തമായ ഭാഷയിൽ വിലക്കിയിരിക്കുന്ന ഒരു പാപമാണ് വിഗ്രഹാരാധന, അന്യ ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും 20-ാം അധ്യായത്തിലെ 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പനകൾ എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അതിനുശേഷം പറയുന്ന എന്താണ്? സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമ, വിഗ്രഹം ഉണ്ടാക്കി അതിനെ നമസ്കരിക്കരുത്. ദൈവം കൽപ്പന ചെയ്തിരുന്നു. ദൈവത്തിന് പകരം വെച്ച് ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്നുള്ള കൽപ്പനയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ജനം ദൈവത്തെ വിട്ട് മറ്റു പല ദൈവങ്ങളുടെ പുറകെ തിരിഞ്ഞു, വിഗ്രഹങ്ങളുടെ പുറകെ തിരിഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുൻപേ ഒരിക്കൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇവിടെ ഒരുമിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ പ്രത്യേകിച്ച് പ്രവാചകൻ ഇതിനെ വിളിക്കുന്ന അതിന് ഒരു വേറൊരു പേരുണ്ട്. ഇതിനെ വ്യഭിചാരത്തോട് കണക്ട് ചെയ്ത് ഇതൊരു സ്പിരിച്വൽ അഡൾട്ടറിയാണ്. ഒരു ഭാര്യ സ്വന്തം പുരുഷനെ വിട്ട് മറ്റ് പുരുഷന്മാരുടെ പുറകെ പോകുന്നത് പോലെയാണ് ഇസ്രായേലെ നിങ്ങൾ എന്നെ
വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു എന്ന് പ്രവചന പുസ്തകങ്ങളിൽ പലയിടത്തും ദൈവം ആവർത്തിച്ചു പറയുന്നൊരു സന്ദേശമാണ്. അതേ പ്രശ്നമാണ് ഇവിടെ 14-ാം അധ്യായത്തിലും കാണുന്നത്. ദേ were worshipping idols. ഐഡോലേട്രി എന്നുള്ള ഒരു ഗുരുതര വീഴ്ച അവർക്ക് സംഭവിച്ചു. ഇത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ വിഗ്രഹാരാധന നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. എങ്കിലും ഇതിന് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, പെട്ടെന്ന് ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല എന്നുള്ളൊരു മറുപടിക്കപ്പുറത്ത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തെ മറ്റെന്തിനെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. Anything, idol can be anything that is more important to you than God himself. ദൈവത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയി, വിലപിടിപ്പുള്ളതായി ഞാൻ എന്തിനെ കാണുന്നുവോ അത് എൻ്റെ ജീവിതത്തിലെ വിഗ്രഹമായിട്ട് മാറും. നമ്മളിത് അവരെ പറ്റി ധ്യാനിക്കുമ്പോൾ why don't we take time to evaluate our own lives? An idol can be our career or money or achievement or popularity or family or children or friendship or anything and everything that takes the place of God. ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, sometimes even success in Christian ministry can be an idol for the minister. നമ്മൾ അറിയത്തില്ല ദൈവത്തെക്കാളും വലുതായി ഞാൻ എന്തിനെ സ്ഥാനം കൊടുക്കുന്നു, അതെന്റെ വിഗ്രഹമായിട്ട് മാറാം. ഹൗ ക്യാൻ ഐ ഐഡന്റിഫൈ? അതെനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കീഴടക്കുന്ന ചിന്തകൾ എന്തിനെ പറ്റിയാണ്? Is God in my thoughts when I am alone? രസകരമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ചിലർക്ക് ഞാൻ യൗവനക്കാരുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇപ്പൊ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്നവരെല്ലാം പ്രായമുള്ള ആന്റിമാരാണ്. ഞാനിത് പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് യൗവനക്കാരോടുള്ള ബന്ധത്തിൽ ഫോർ മെനി ഓഫ് ദം ദിസ് ഹാസ് ബിക്കം ആൻ ഐഡൽ. ദിസ് എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടോ? മൈ ഫോൺ. എന്തോ കാരണം എന്നറിയാം, കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. ഞാൻ ഇവിടെ കോട്ടയത്ത് അടുത്തൊരു സെമിനാരിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ആ സെമിനാരിയുടെ നിയമം അനുസരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൊബൈൽ യൂസ് ചെയ്യാൻ അലൗഡ് അല്ല. ഇപ്പം നിയമങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പഠിക്കുന്ന കാലയളവിൽ വി ആർ നോട്ട് അലൗഡ് ടു യൂസ് ഫോൺ. സോ ഫോണൊക്കെ ഉള്ളവർ അവിടെ കൊണ്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് അവിടുത്തെ ഒരു നിയമം. ഈ അടുത്തിടെ ഞാൻ ഒരിടത്ത് ചില ദിവസങ്ങൾ, ആഴ്ചയിലെ ചില ദിവസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കിടന്നു. അപ്പൊ അത് കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻ മിഷണറീസിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. 1-2 ദിവസം ഞാൻ അവിടെ ചില വിഷയങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് ആ കൂട്ടത്തിൽ ഒരാള് വന്ന് പറഞ്ഞു, സാർ എനിക്ക് സാറിനോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ സംസാരിക്കാം. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് സംസാരിക്കാൻ വന്നു. ഇവരിൽ കൂടുതൽ പേര് ഹിന്ദിയിലാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഹിന്ദി അത്യാവശ്യം മനസ്സിലാവും, അത്യാവശ്യം പറയാമെന്നുള്ളൂ. എങ്കിലും അവർ പറയുന്ന ഹിന്ദിയുടെ ആഴങ്ങൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവനപ്പോ വന്ന് എന്നോട് പറയുന്ന കാര്യം ഇതാണ്, സാർ മേ ആപ്കോ ഏക് ഉദാഹരൺ മേ സംജാതാ ഹൂ. ഞാൻ സാറിന് ഒരു ഉദാഹരണം പറഞ്ഞ കാര്യം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, സാറിന്റെ ഒരു സാധനം സാറിനേക്കാളും അധികാരമുള്ളവർ എടുത്തു വെച്ചു. സാറിന് അത് ആവശ്യമുള്ള സാധനമാണ്, പക്ഷെ സാറിന് അവർ അത് തിരിച്ചു തരുന്നില്ല. സാർ എന്തോ ചെയ്യും? പ്രാർത്ഥിക്കോ അല്ലാതെ സാറിന് എന്തോ ചെയ്യാം. ഞാൻ അവനോട് പറഞ്ഞു ഫിർസേ ബോലോ, ഒന്നും കൂടെ പറഞ്ഞ എന്തോ ആ സംഭവം. അവൻ വീണ്ടും ഇതെന്നെ പറഞ്ഞ് മനസ്സിലാക്കി. 2-3 വട്ടം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവന്റെ പ്രശ്നം എന്തുവാ. ഇവൻ വന്നപ്പോ ഇവന്റെ ഫോണ് കോളേജിന്റെ അധികാരികൾ എടുത്തു വെച്ചു. ഇവൻ പറയുന്നത് ഇവൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഹിന്ദിയും കൂടെ ഉണ്ടാലേ പറ്റത്തുള്ളൂ, അവന് ആവശ്യമുള്ള സാധനമാണ് ഇവര് നൽകുന്നില്ല. പ്രാർത്ഥിക്കുമല്ല ഞാനിപ്പോ എന്തോ ചെയ്യും, സാർ ഇതിനൊരു പരിഹാരം തരണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് എന്ത്, ഒരു കാര്യം നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തതുപോലെ അഡിക്റ്റ് ആകുക. ദാറ്റ് ഈസ് യുവർ ഐഡൽ. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന പോലെ ആകുക. ഞാൻ ചില യൗവനക്കാരുടെ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ പലയിടത്തൊക്കെ പോകുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഒരു സ്ഥലത്ത് യോഗത്തിന് പോയി തിരിച്ചു പോകുന്ന വഴിക്ക്
ബൈബിള് ഞാൻ ആ യോഗം നടന്ന സ്ഥലത്ത് വെച്ച് മറന്നുപോയി. കുറച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ബൈബിൾ എടുക്കാൻ മറന്നല്ലോ. അപ്പൊ അവിടുത്തെ സ്ഥലം സഭയിലെ പാസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ പറയും, പാസ്റ്ററെ എന്റെ ബൈബിള് ഞാൻ എടുത്തില്ല, പാസ്റ്റർ അത് അവിടെ വെച്ചേക്കണം, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആ വഴി വരുമ്പോൾ എന്റെ ബൈബിൾ എടുത്തോളാം. പക്ഷെ ബൈബിളിന് പകരം ഞാൻ എന്റെ ഫോണാണ് മറന്നെന്ന് ഓർത്തെ. പൗതി വഴിയായപ്പോ ഫോൺ മറന്നു വന്നോർത്താൽ അപ്പോഴേ വണ്ടി തിരിക്കുക. പാസ്റ്ററെ ഹോൾ അടയ്ക്കല്ലേ, എന്റെ ഫോണുണ്ട്, ഞാൻ വന്നോണ്ടിരിക്കുക. ഇല്ലാതെ പറ്റാത്ത നിലയിലേക്ക് ഏതെങ്കിലും വസ്തു നമ്മുടെ സാധനം എടുത്തോ. യു ജസ്റ്റ് തിങ്ക് ഫോർ യുവർ സെൽഫ്. ജോലിയില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് ഉണ്ടാകുന്ന ഇൻകം സോഴ്സ് ഇല്ലാതെ നമുക്കൊരു ജീവിതം ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്കുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ആയിരിക്കുന്ന വീട്, ഈ സൗകര്യം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നോ 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 നോ. Because these things have taken the place. നമ്മൾ അതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനം ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ നൽകിയിരിക്കുന്ന സ്ഥാനം ഇതിന്. What is the idol that has taken the place I must give to God? ഈ മുപ്പന്മാർക്കും പറ്റിയത് അതാണ്. ഇവർ യഹോവയുടെ അടുത്ത് മാത്രമല്ല ആലോചന, ഇവർ മറ്റു പലരുടെ അടുത്തും ആലോചനയ്ക്ക് പോകുന്നവരാ. ദൈവം അതുകൊണ്ടാണ് ഇവരോട് ഇത്രയും കഠിനമായ ഭാഷയിൽ മറുപടി. ഹാർഷ് ആൻസർ. പ്രത്യേകിച്ചും അതിന്റെ മറുപടി നോക്കണമേ. ആ 5-ാമത്തെ വാക്യം പ്രത്യേകിച്ച് ദൈവം പറയുന്നൊരു പ്രയോഗമുണ്ട്. 5-ാമത്തെ വാക്യം, 14-ന്റെ 5-ാം വാക്യം ഒന്ന് നോക്കിക്കേ. എസെക്കിയേൽ 14:5. യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കോണം ഉത്തരമരുളും. അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ. കണ്ടോ, വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടിവര് പോയി. ഐ വിൽ ടേക്ക് ദം ബാക്ക്, ഐ വിൽ ബ്രിങ് ദം ബാക്ക്. ഇത് പറയുമ്പോൾ പുതിയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാം. എത്രയോ വാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു സംഭവം ഇപ്പൊ നമ്മൾ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, യേശുവിന്റെ അരികിൽ ഒരു യൗവനക്കാരൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞത്, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തോ ചെയ്യണം? യേശു കർത്താവ് കൽപ്പനകൾ പറഞ്ഞു. കൽപ്പനകൾ പറയുമ്പോൾ ആ യൗവനക്കാരൻ പറയുന്നത്, ഞാനിതെല്ലാം ബാല്യം മുതലേ ചെയ്യുന്ന ആളാണ്. ഐ എം ഡൂയിങ് ഇറ്റ് ഫ്രം മൈ യങ് ഡേയ്സ്. യേശു പറഞ്ഞൊരു മറുപടി, നീ നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. Is it a command for all Christians to sell their property? May not be. The point അവിടെ യേശു പറയാൻ ആഗ്രഹിച്ചത്, ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയത്തെ ക്യാപ്ചർ ചെയ്തിരുന്നത് റിച്ചസ് ആണ്. റിച്ചസ് വിടുന്നതിനെ പറ്റി തനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. യേശു പറയുന്ന സന്ദേശം അപ്പോൾ എന്താണ്? യേശുവിനെ അനുഗമിക്കുന്നവർ, ദ പ്രയോറിറ്റി, ദ ഗ്രേറ്റസ്റ്റ് പ്ലേസ് ഇൻ വൺസ് ലൈഫ് ഹാസ് ടു ബി ജീസസ് അലോൺ. ഈ ഡിസൈപ്പിൾഷിപ്പിനുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശു ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കണമെങ്കിൽ ത്യജിക്കണം, എല്ലാറ്റിനും ഉപരിയായുള്ള സ്ഥാനം എനിക്ക് നൽകണം. Only then can you be my disciples. ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും, ഈവൻ റിഗാർഡ് ടു റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ യേശുവോട് പറയുന്നുണ്ട്, വെറുക്കണമെന്നാ പറയുന്നത്. ദാറ്റ് ഷോസ് ദ പ്രയോറിറ്റി യേശു അല്ലെങ്കിൽ you cannot be his disciple. That's the message of the New Testament as well. ഇത് പുതിയ നിയമത്തിന്റെ സന്ദേശം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ സ്ഥാനം മറ്റേതിനെങ്കിലും കൊടുത്താൽ ദൈവം അങ്ങനെയുള്ളവരെ വെറുക്കുന്നു എന്നല്ലേ ഈ ടെക്സ്റ്റ് നമുക്ക് കാണിക്കുന്ന സന്ദേശം. ഒന്നാമതായിട്ട് ദൈവം ഈ ജനത്തോട് ഇങ്ങനെ കഠിനമായ ഭാഷയിൽ രൂക്ഷമായ മറുപടി, No, I will not answer this people. ഇവർക്ക് ഞാൻ മറുപടി കൊടുക്കത്തില്ലെന്ന് ദൈവം കഠിനമായ ഭാഷയിൽ പറയാനുണ്ടായതിന്റെ ഒന്നാമത്തെ കാരണം is idolatry.
വിഗ്രഹാരാധനകാരനാണ്. രണ്ടാമത്തെ കാരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കും. രണ്ടാമത്തെ കാരണമാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഇത് രണ്ടും ഒരേപോലെ അപകടമാണ്, പക്ഷെ രണ്ടാമത്തത് കുറച്ചും കൂടെ അപകടമാണെന്നാണ് ഞാൻ ഈ ടെക്സ്റ്റ് പഠിച്ചപ്പോൾ മനസ്സിലാക്കാനിടയായത്. പശ്ചാത്തലം മറക്കരുത്. കുറച്ച് മൂപ്പന്മാർ എല്ലാരും കൂടെ പ്രവാചകന്റെ അടുത്ത് ആലോചന കേൾക്കാൻ, ദൂത് കേൾക്കാൻ, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ വന്നിരിക്കുമ്പോൾ പ്രവാചകനോട് ദൈവം പറയാ, ഇവർക്ക് ഞാൻ ഉത്തരം അരുളണമോ? നോ 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 നോ, ഐ വിൽ നോട്ട് ആൻസർ ദീസ് പീപ്പിൾ. കാരണം ഒന്ന്, വിഗ്രഹാരാധന. കാരണം രണ്ട്, സെക്കൻഡ് റീസൺ ഈസ് ഹിപ്പോക്രസി, കാപട്യം. ഹിപ്പോക്രസി ഇൻ their approach to God. ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സ്വഭാവം സിൻസിയർ അല്ല, നിഷ്കളങ്കരല്ല, കാപട്യമാണ്. എങ്ങനെ അത് നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 14-ാം അധ്യായം എല്ലാവരും വായിക്കുന്ന ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചില വാക്യങ്ങൾ അടുപ്പിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പശ്ചാത്തലവും ഇതെല്ലാം കൂടെ ചേർത്ത് ചിന്തിച്ചെങ്കിലേ ഈ പറയുന്ന കാര്യം വ്യക്തമാകത്തുള്ളൂ. നോക്കണം, 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്നു, എന്റെ മുമ്പിൽ ഇരുന്നു. ഓക്കെ, ചാപ്റ്റർ 14 ആണ് ഈ സംഭവം. പ്രവാചകന്റെ മുമ്പിൽ കുറച്ച് പേര് വന്നിരിക്കുക. ഇതേ സംഭവം ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതേപോലെ തന്നെ മൂപ്പന്മാർ ഇതേ പുസ്തകത്തിൽ പ്രവാചകന്റെ മുൻപ് വന്ന് മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് നമുക്ക് മടങ്ങി 14 തന്നെ വരണം. എങ്കിലും ഇത് തുറന്നിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അധ്യായം കൂടെ ശ്രദ്ധിക്കുക. ചാപ്റ്റർ 8, 8-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണം. 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിക്കേ. എസെക്കിയേൽ ചാപ്റ്റർ 8 വേഴ്സ് 1. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. ശ്രദ്ധിച്ചോ, സിമിലർ ഇൻസിഡന്റ്. 14-ന് മുൻപേയും ഇവര് പ്രവാചകന്റെ മുമ്പിൽ വന്നിരുന്നു. പ്രവാചകന്റെ മുൻപിൽ സംഭവം മറക്കല്ലേ, ബാബിലോൺ നദിയുടെ തീരത്ത് പ്രവാചകന്റെ വീട്ടിൽ ദൂത് കേൾക്കാൻ വന്നിരിക്കുന്ന ഇസ്രായേലിലെ മൂപ്പന്മാർ. ഇവർ രണ്ടും ഒരേ കൂട്ടമാണോ, ഒരേ മൂപ്പന്മാരാണോ? വി ഡോണ്ട് നോ. പ്രോബബ്ലി ദേ ക്യാൻ ബി സെയിം, ബട്ട് ഇവരെല്ലാം ആ പ്രവാസികളുടെ ഇടയിലെ മൂപ്പന്മാർ തന്നെയാണ്. ഇവർ വന്നിരിക്കുകയാണ്. 8-ാം അധ്യായത്തിലെ സംഭവം. ഇവരെല്ലാരും കൂടെ ദൂത് കേൾക്കാൻ പ്രവാചകന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ പ്രവാചകന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് വന്നിട്ട് ആത്മാവിൽ ഈ പ്രവാസത്തിലിരിക്കുന്ന പ്രവാചകനെ എടുത്തോണ്ട് he is been transported to Jerusalem. ആത്മാവിൽ ബാബിലോണിൽ നിന്ന് പ്രവാചകനെ ദർശനത്തിൽ യെരൂശലേമിൽ കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞ പശ്ചാത്തലം ഓർമ്മയുണ്ടോ? യെരൂശലേം ആലയം നശിച്ചിട്ടില്ല, ആലയമുണ്ട്, യെരൂശലേമിലും മൂപ്പന്മാരുണ്ട്. ഇവർ യെരൂശലേമിന്റെ അവസ്ഥയെ കണ്ടുകൊണ്ടുള്ള പ്രവചനമാണ് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ചില വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എസെക്കിയേൽ ചാപ്റ്റർ 8 വേഴ്സ് 3. 5-ാമത്തെ വാക്യം വായിച്ചാൽ. 5-ാമത്തെ വാക്യം, സോറി, 5-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി, യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. എന്തുവാ സംഭവം? യെരൂശലേമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫിസിക്കലായിട്ട് ഒരു ബിംബം സ്ഥാപിച്ചിരിക്കുക. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ തലപൊക്കി ഒന്ന് നോക്കിക്കേ, കാണുന്നത് എന്തുവാ? നോക്കിപ്പോ ബിംബം, an idol. Then God said, ഇവിടെ ആവർത്തിച്ച്
8-ാം അധ്യായത്തിൽ വരുന്ന ഒരു വാക്കിങ്ങനാണ്, നീ ഇതിലും മ്ലേച്ഛമായത് നീ കാണുമെന്നാണ് പറയുന്നത്, ആവർത്തിച്ച് പറയുന്ന ഒരു വാക്ക്. യു വിൽ സീ മോർ ഡിസ്കസ്റ്റിംഗ് തിങ്സ്. ഇതിലും മ്ലേച്ഛതകൾ നീ കാണും. എന്തോ ഇതിലും മ്ലേച്ഛത താൻ കണ്ടെന്നറിയോ? ദൈവം പറഞ്ഞു, ആ ടെമ്പിളിന്റെ വോളിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിൽ കൂടെ നീ അകത്തേക്ക് പ്രവേശിക്കുക. ആ ചുവരിലെ ആ ഹോളിൽ കൂടെ നീ അകത്ത് പ്രവേശിക്കുക. അകത്ത് താൻ പ്രവേശിച്ചിട്ട്, ആലയത്തിന്റെ അകത്താണ്, യെരൂശലേം ആലയത്തിൽ താൻ നോക്കിയപ്പോൾ ആലയത്തിന്റെ വോളിൽ, ഭിത്തിയിലെല്ലാം മറ്റു പല ദൈവങ്ങളുടെ പിക്ചേഴ്സ് ആണ്. ഭിത്തിയിലല്ല, എന്തോ ആണ്, രണ്ട് പിക്ചറുകളാണ്. മറ്റു പലതിന്റെയും പിക്ചർ ഒട്ടിച്ചിരിക്കുക. പുറമേ നോക്കുമ്പോൾ ഇത് ഏത് ദേവാലയമാണ്? യെരൂശലേം ദേവാലയമാണ്. പക്ഷെ മുമ്പിൽ ഒരു ബിംബം, ഭിത്തിയിലെല്ലാം മറ്റു പലതിന്റെയും പിക്ചറുകൾ. കുറച്ചുകൂടെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയിട്ട് പറയാം, യു വിൽ സീ ഗ്രേറ്റർ തിങ്സ്, ഗ്രേറ്റർ ഡിസ്കസ്റ്റിംഗ് തിങ്സ്. എന്തുവാ കണ്ടേ? താൻ നോക്കിയപ്പോൾ കുറച്ച് സഹോദരിമാരെല്ലാം കൂടെ കരയുകയാണ്. ഉപവാസ പ്രാർത്ഥനയും കരഞ്ഞുള്ള പ്രാർത്ഥനയൊന്നും അല്ല. ദൈവം പറഞ്ഞു, ഇത് തമ്മൂസ് എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ദൈവത്തിന് വേണ്ടി നിലവിളിക്കുന്നവരാ. കുറച്ചും കൂടെ നീ കാണും. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ എന്തുവാ? സൂര്യനെ നമസ്കരിക്കുന്ന ഒരു കൂട്ടം. നിങ്ങൾ ഈ 8-ാം അധ്യായം വിശദമായിട്ട് വായിക്കണം. ഞാൻ ആ സംഭവം അങ്ങ് പറഞ്ഞു പോവാം. ഈ 8-ാം അധ്യായത്തിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഈ 14-ാം അധ്യായവുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു വാക്യം അതിന്റെ 11-ാമത്തെ വാക്യാണ്. 8-ന്റെ-11 ഇസ്രായേലിൽ ഈ സമയത്തുള്ള മൂപ്പന്മാര് ചെയ്യുന്നത് എന്തുവാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ മൂപ്പന്മാർ ചെയ്യുന്നത് എന്താണ്? നോക്കിക്കേ 8-ന്റെ-11. എസെക്കിയേൽ ചാപ്റ്റർ 8 വേഴ്സ് 11. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യേസനിയാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപ മേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം കൂടെ. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. എന്തോ മനസ്സിലായി? 8-ാം അധ്യായത്തിലെ, മറക്കല്ലേ, 8-ാം അധ്യായം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക, എങ്കിലേ ഈ സംഭവം എന്തുവെന്ന് മനസ്സിലാകത്തുള്ളൂ. 8-ാം അധ്യായത്തിൽ പ്രവാസത്തിലിരിക്കുന്ന പ്രവാചകനും പ്രവാചകന്റെ മുമ്പിൽ ഇരിക്കുന്ന മൂപ്പന്മാരും പ്രവാചകന് ദിവ്യദർശനത്തിൽ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ഇതേ സമയത്ത് യെരൂശലേമിലെ മൂപ്പന്മാർ ചെയ്യുന്ന അധപ്പതിച്ച, ഏറ്റവും നശിപ്പിച്ചു കളയുന്ന, നാശം പിടിച്ച പ്രവർത്തികളെ വെളിപ്പെടുത്തുക. ഇവര് വിഗ്രഹങ്ങളെ പരസ്യമായി സ്ഥാപിച്ചിരിക്കുന്നു. ഭിത്തിയിലെല്ലാം അന്യദൈവങ്ങളുടെ പടമാണ്, അതിനെയാണ് ആരാധിക്കുന്നത്. സൂര്യനെ നമസ്കരിക്കുന്നു. ഈ തമ്മൂസ് എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടി കരയുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ യെരൂശലേമിൽ നടക്കുക. കൂട്ടത്തിൽ പറയാ, ഇവരെല്ലാരും കൂടി ഇപ്പോ ഓരോ ബിംബങ്ങളെ ഉണ്ടാക്കി ഇരുട്ടത്തിടുന്ന, ബിംബത്തെയാണ് ആരാധിക്കുന്ന, വിഗ്രഹത്തെയാണ് ഫിസിക്കലായിട്ട് ഇവർ ആരാധിക്കുന്നത് എന്നൊക്കെ ഈ ബാബിലോണിൽ ഇരിക്കുന്ന മൂപ്പന്മാരോട് പ്രവാചകൻ ദർശനത്തിൽ കണ്ടത് പറയാ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ പറയാം. ഈ സംഭവമൊക്കെ പ്രവാചകൻ ദൂതുപോലെ പ്രവാസത്തിലെ മൂപ്പന്മാരോട് പറയുമ്പോഴേ, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവാസത്തിലെ മൂപ്പന്മാർ ചിലപ്പോ പറഞ്ഞു കാണും, യോ എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ. ഹൗ ക്യാൻ ദിസ് പീപ്പിൾ ഡു ലൈക്ക് ദിസ്? ഈ മൂപ്പന്മാരല്ലേ ഇങ്ങനാണോ ചെയ്യുന്നേ? ഇവര് ചിലപ്പം പ്രവാചകന്റെ ദൂതനോടൊപ്പം കറക്റ്റ് അവരെല്ലാം അങ്ങനെയുള്ളവരാന്നൊക്കെ പറഞ്ഞു കാണാം. പക്ഷെ സംഭവം എന്താണെന്നറിയാമോ? ഈ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിൽ നടത്തിയിരുന്നത് പരസ്യമായ ഫിസിക്കലായിട്ടുണ്ടായിരുന്ന വിഗ്രഹാരാധനയാണെങ്കിൽ ഈ 14-ാം അധ്യായത്തിലെ സംഭവം, ദീസ് ആർ ഐഡൽസ് ബട്ട് ദീസ് ആർ ഇൻ ദി ഹാർട്ട്.
ഇതെവിടാണ് ഈ ബിംബം ഇരിക്കുന്നത്? ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ചില വാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ ഒന്ന് നോക്കണം, അപ്പോൾ ഈ പറയുന്ന കാര്യം വ്യക്തമാകും. മൂന്നാം വാക്യം നമ്മൾ വായിച്ചു. ഒന്നും കൂടെ 3, 4, 7 3 വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം വാക്യം, 4-ാം വാക്യം, 7-ാം വാക്യം ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. 14-ന്റെ 3, 4, 7. Ezekiel chapter 14 verse 3, 4 and 7. മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു തന്റെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവരുടെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരം അരുളും. വേഴ്സ് 7. ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ 3 വാക്യത്തിലും ആവർത്തിച്ചു വന്നൊരു പ്രയോഗം, തന്റെ വിഗ്രഹങ്ങളെ എവിടെ സ്മരിച്ചു? അത് കണ്ടായിരുന്നു ആവർത്തിച്ചു വന്നത്? ഹൃദയത്തിൽ സ്മരിച്ചിരിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ്? യെരുശലേമിൽ ഇപ്പോഴുള്ള എൽഡേഴ്സ് ഇവരാലയത്തിൽ അന്യാരാധന, വിഗ്രഹാരാധന പരസ്യമായി എന്റർടൈൻ ചെയ്യുന്നവരാ. പക്ഷെ ഇപ്പോ പ്രവാസത്തിലുള്ളവർ they are not doing it outward. പരസ്യമായിട്ട് വിഗ്രഹാരാധന ഒന്നും ഇല്ല. പക്ഷെ ഡിഫറൻസ് ഈസ് ഇതേ സംഭവം ഹൃദയത്തിൽ ഇരിക്കുന്നവരാണെന്നാണ് 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇനി 8-ാം അധ്യായത്തിൽ ദൂത് കേട്ടപ്പോ അവന്മാരെല്ലാം കൊള്ളാം, ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവരെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നല്ലോ പ്രവാചക എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ 14-ൽ വന്നപ്പോൾ പ്രവാചകൻ ദൂത് ശക്തമായിട്ട് പറയാ, നിങ്ങളുടെ ഹൃദയത്തിലും എന്തോ ഉണ്ട്. ഐഡൽസ് ആർ ദേർ. മീനിങ് ഇവരിപ്പോലൊരു വേഷം കെട്ടിയാണ് വന്നിരിക്കുന്നത്. എന്തോ വന്നിരിക്കുന്നത്? പ്രവാചക ദൂത് വല്ലതും ഉണ്ടോ? Is God speaking? Is there a word from the Lord? പക്ഷേ വന്നിരിക്കുമ്പോഴും ഹൃദയത്തിൽ ദൈവത്തോടുള്ള ആരാധനയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് സിൻ, ദ സെക്കൻഡ് പ്രോബ്ലം വിത്ത് ദിസ് പീപ്പിൾ ഈസ് they were not genuine. ഇവർ സിൻസിയർ അല്ല, ഇവരുടെ ഉള്ളിൽ ഹിപ്പോക്രസി ആയിരുന്നു. ഞാൻ ഇത് പറയുമ്പോ കമ്പാരിസൺ നിങ്ങൾ മറക്കല്ലേ. യെരുശലേമിലെ മൂപ്പന്മാരും എക്സൈലിലെ മൂപ്പന്മാരും തമ്മിലുള്ള കമ്പാരിസൺ, ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് വെരി കണക്റ്റഡ്. കാരണം ഇവ നമ്മൾ അവിശ്വാസികളുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഓക്കെ, അവർക്ക് ഈ പണക്കൊതി ആട്ടെ, ദേഷ്യമാകട്ടെ, പാപമാട്ടെ, ഇതെല്ലാം പരസ്യമായിട്ടായിരിക്കും. വി ക്യാൻ സീ സിൻ പബ്ലിക്കലി ഇൻ ദിയർ ലൈഫ്. പക്ഷെ വിശ്വാസികളുടെ ഇതിലേക്ക് വരുമ്പോ ഇതൊന്നും പരസ്യത്തിൽ കാണത്തില്ല. ഹൃദയത്തിലാണ് ഇതിന്റെ എല്ലാം ഉണ്ടാവും. ഇറ്റ്സ് ഓൾ ഇൻ ദ ഹാർട്ട്. ബട്ട് സ്പിരിച്വാലിറ്റിയുടെ ഒരു വേഷമുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ ഒരു നല്ല ഡ്രസ് ഉണ്ട്. ബട്ട് ഇൻസൈഡ് ആർ ഐഡൽസ്, ഇൻസൈഡ് ആർ സിൻസ് that are been covered with an attitude of religious piety. ഭക്തിയുടെ, ആരാധനയുടെ, ദൈവാലോചന കേൾക്കാനുള്ളതിന്റെ ഒരു മറ പിടിച്ച് അതിന്റെ അടിയിൽ പാപത്തെ, വിഗ്രഹത്തെ താലോലിക്കുന്ന അനുഭവം. അവർ മറന്നുപോയ സംഭവം എന്താണ്? They forgot that they are coming to a God who can see them inside out. അകത്തും പുറത്തുമുള്ളത് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലേക്കാണ് കടന്നു വരുന്നതെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ചും 1-ാം അധ്യായത്തിലേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ദർശനം താൻ കാണുമ്പോൾ he sees a chariot. ഈ ചാരിയറ്റ് ഇങ്ങനെ പോകുന്നത് ആ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ അതിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഐസ്,
കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് കാണാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ദൈവസന്നിധിയിലേക്ക് അടുക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ പ്രസംഗമല്ല ദൈവം കാണുന്നത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ പോലും അറിയാൻ പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലേക്ക് അടുക്കുമ്പോൾ, let us throw away all our masks. Let us throw away all our acting and surrender ourselves as we are, so that our hearts will be cleansed and our lives will be transformed. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് നമ്മളുടെ പ്രാർത്ഥനയോട് കമ്പയർ ചെയ്ത് ചിന്തിക്കാൻ പറ്റും. എനിക്ക് അത്ഭുതം തോന്നിയത് പ്രത്യേകിച്ചും ഈ 14-ാം അധ്യായം നോക്കിയാൽ 1-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഇൻ എ ഗുഡ് നോട്ട്. കുറെ മൂപ്പന്മാരൊക്കെ ദൂത് കേൾക്കാൻ വന്നു. ഇത് നല്ല കാര്യമല്ലേ? അതെ, ദേ ആർ ആസ്കിങ്, ദേ ആർ പ്രേയിങ് ടു ദി ലോർഡ്. കർത്താവേ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു എന്നൊക്കെ മനോഭാവമാ. പക്ഷെ ഇവിടെ സംഭവം എന്തോന്നറിയോ? 1-2 വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു വാക്ക് മലയാളത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, അവർ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. 2-ാം വാക്യം തുടങ്ങുന്നത് അപ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായി. എപ്പോൾ? ഇവർ വന്ന് ഇരുന്നപ്പോൾ തന്നെ യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? പ്രവാചകനുണ്ടായി. ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താ അറിയോ? യഹോവയുടെ അരുളപ്പാട് ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകൻ ഇവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു. Because they appeared as sincere prayer. ഇത് വളരെ ആത്മാർത്ഥതയോടെയുള്ള യഥാർത്ഥ പ്രാർത്ഥന പോലെ ആയിരുന്നേ. It looked very sincere. It looked very sincere, just like a real prayer. ഇത് പറയുമ്പോൾ ഞാൻ എന്നെ ഇതിന്റെ മുമ്പിൽ ഇവാലുവേറ്റ് ചെയ്യുക. Am I becoming like these men of exile? ഈ ജനത്തിലെ മൂപ്പന്മാരെ പോലെയാണോ എൻ്റെ പ്രാർത്ഥനകൾ? പ്രാർത്ഥിക്കുന്നത്, പറയുന്നത്, ഈ കാണിക്കുന്നതൊക്കെ റിയലി ഉള്ളതാണോ? അതോ ഇതിങ്ങനെ ഒരു അഭിനയം പോലെ ഞാൻ ജീവിച്ചു തീർക്കുകയാണോ? It can be compared to our approach to God's word. ഇത് ദൈവവചനത്തോടുള്ള മനോഭാവത്തോട് ഇതിനെ കമ്പയർ ചെയ്യാം. കാരണം ഞാൻ ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ 9-ാം വാക്യം വായിക്കേണ്ട, അതൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളൊരു ഭാഗമാണ്. മറ്റൊരു അവസരത്തിൽ നമുക്കത് ചിന്തിക്കണം. 9-ാം വാക്യത്തിൽ പ്രത്യേകിച്ചും പറയുന്നൊരു കാര്യമുണ്ട്. It is giving us a hint. Probably they may have gone to other prophets. ഇവര് മറ്റു പ്രവാചകന്മാരുടെ അടുത്തും പോയിട്ടുണ്ട്. കാരണം 13-ാം അധ്യായത്തിലും കള്ളപ്രവാചകന്മാരെ പറ്റി അത് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. ഇവര് മറ്റു പ്രവാചകന്മാരുടെ അടുത്തും പോയിട്ടുണ്ട്. ദൂത് വല്ലതും ഉണ്ടോ? വചനം വല്ലതും ഉണ്ടോ കർത്താവിൽ നിന്ന്? ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക, ഞങ്ങൾ എന്റെ മുമ്പിൽ ദൂത് കേൾക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞ് പലരും ഇവരെ പലതും പറഞ്ഞ് കളിപ്പിച്ച് ഇങ്ങനെ അവര് they think yeah it is all good, it is all peaceful, ഇതെല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാ. ഇവിടെ ജനത്തെ ശോഭന ചെയ്തുകൊണ്ട് ദൈവം ഇടപെടുകയാണ്. ജനത്തിന്റെ കാപട വേഷത്തെ, അഭിനയത്തെ കർത്താവിന്റെ പ്രവാചകനായ യെഹസ്കേൽ തുറന്നു കാണിക്കുക. നിങ്ങൾ അവരെ വിരൽ ചൂണ്ടി കുറ്റം പറയാൻ വരട്ടെ, അവർ പരസ്യമായി ദൈവത്തെ നിന്ദിച്ച് ചെയ്യുന്നത് നീ ഇന്നും നിന്റെ രഹസ്യത്തിൽ, നിന്റെ ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കുക അല്ലേ എന്നുള്ള ചോദ്യം. വിത്ത് റിഗാർഡ് ടു അവർ അപ്രോച്ച് ടു ഗോഡ്സ് വേർഡ്, ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനത്തിലും ഈ ജനം കാണിച്ച ചിലത് നമ്മൾ ശ്രദ്ധിക്കണം. 33-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ ഇതിനോടൊന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. ടു ഷോ യു ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ. ജനത്തിന്റെ മനോഭാവം നിങ്ങളൊന്ന് കാണണം. 14-ാം അധ്യായത്തിൽ യെസ് ലോർഡ് സ്പീക്ക് ടു മീ, കർത്താവേ സംസാരിക്കണമേ, ദൂതുണ്ടോ പ്രവാചക എന്ന് പറഞ്ഞ പ്രവാചകന് മുമ്പിൽ ഇരിക്കുക. 33-ാമത്തെ അധ്യായത്തിലും എന്നെ വായിച്ചപ്പോൾ വളരെ ചിന്തിപ്പിച്ചു. കാരണം ആദ്യം മുതലേ ദൈവം പറഞ്ഞത്, പ്രവാചക നീ പ്രവചിക്കും, പക്ഷെ ജനം നിനക്കെതിരെ ആയിരിക്കും. പ്രവാചകൻ നീ ദൂത് പറയും, പക്ഷെ ജനം നിന്നെ വെച്ചേക്കത്തില്ല. they will be against you. നിന്റെ ദൂത് കേൾക്കുമ്പോൾ അവര് കേട്ട് ഒരിക്കലും അനുസരിക്കത്തില്ല. നിന്നെ കൊല്ലാനും നിന്നെ അടിക്കാനും ഒക്കെ അവർ ഇറങ്ങും. പക്ഷെ 33-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ ചേഞ്ച്, വലിയ മാറ്റം.
അവരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം, നമുക്ക് പോലും അതിശയം തോന്നുന്ന പോലത്തെ മനോഭാവം. എ ഗ്രേറ്റ് ചേഞ്ച്. നോക്കിക്കേ 33-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Ezekiel chapter 33 verse 30. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു, യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും പറയുന്നു. കേട്ടോ, എന്തുവാ സംഭവം? ഇതുവരെ ദൂത് കേൾക്കാൻ അല്ലെങ്കിൽ പ്രവാചകനെതിരെ നിന്നവരും കേൾക്കാൻ താല്പര്യമില്ലാതിരുന്നവരൊക്കെ ഇപ്പോൾ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്തുവാ? ഇന്ന് ബോസ്റ്റൺ പ്രെയർ ലൈനിൽ ബൈബിൾ സ്റ്റഡിയാണ്. ഇന്ന് ബോസ്റ്റൺ പ്രെയർ ലൈനിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. നമുക്കെല്ലാം പോയി കേൾക്കാം. ലെറ്റ്സ് ഓൾ ലിസൺ ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്. തമ്മിലെ ചർച്ചാ വിഷയം പ്രസംഗത്തെ പറ്റിയാണ്. തമ്മിലത്തെ ചർച്ചാ വിഷയം ഗോഡ് ഇസ് സ്പീക്കിംഗ് ത്രൂ ദ പ്രോഫറ്റ്. ലെറ്റ്സ് ഗോ ആൻഡ് ലിസൺ. അവരുടെ വീട്ടിൽ അവർ മതിലിന്മേലിരിക്കുമ്പോഴെല്ലാം പറയാ, യു നോ വാട്ട്, എസക്കേൽ എന്ന് പറയുന്ന പ്രോഫറ്റ് ഉണ്ട്. The prophet is saying the right oracle of the Lord, and what he said is been fulfilled. Let us listen to him. കേൾക്കാം, വചനം കേൾക്കാം, പോകാം. വചനം കേൾക്കാൻ പോകാം എന്നൊക്കെ ഉള്ള വളരെ എന്താ പറയുക, ക്രൗഡിനെയൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരിക. അടുത്ത വാക്യം നോക്കിക്കേ, 31-ാം വാക്യം. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവിടെ പറഞ്ഞിരിക്കുന്നത് കേൾക്കണം. ഇവർ സംഘം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു, ബ്രദർ ലെറ്റ് us ഗോ, ഇന്ന് നമുക്ക് ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്, ഇവിടെ എസക്കേൽ പ്രസംഗിക്കുന്നുണ്ട്, കർത്താവ് എസക്കേലിനോട് സംസാരിക്കുന്നുണ്ട്, പോകാം. യെസ്, ഇവരൊരു വണ്ടി ആൾക്കാർ സംഘം കൂടി ചെന്നു. പ്രവാചകനോട് ദൈവം പറയാ, ഇവര് സംഘം കൂടി നിന്റെ മുമ്പിൽ ഇരുന്നു. എങ്ങനെ ഇരുന്നേ? അനുസരണം കെട്ടവരായിട്ടല്ല, താല്പര്യമില്ലാത്തവരായിട്ടല്ല, സോ അറ്റൻറ്റീവ്. ഇവർ ഇരിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ജനം എന്ന പോലെ നിന്റെ മുമ്പിൽ ഇരുന്നു, എന്റെ ജനമായിട്ട്. ലൈക്ക് മൈ പീപ്പിൾ ദേ സെറ്റ് ബിഫോർ യു. പക്ഷെ അടുത്തതാണ് അവിടുത്തെ കീ വാക്ക്. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. കണ്ടോ ആ വാക്ക്? അതാണ് പ്രശ്നം. വചനം കേൾക്കാൻ, യെസ് ഐ ആം ഓൺ ദ ഫ്രണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ പോരാ, പ്രസംഗിക്കണോ? യെസ് ഐ വിൽ പ്രീച്ച്. എവിടുന്ന് ഇങ്ങനെ ഓർഡർ? ഐ വിൽ പ്രീച്ച്. കൃത്യമായിട്ട് ഞാൻ പ്രസംഗിക്കാം. ബട്ട് ദ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോ? എനിക്ക് ഐ ക്യാൻ പുട്ട് ദി ഒരു പ്രസംഗിയുടെ ഒരു വേഷമൊക്കെ ധരിച്ച് നല്ല നിലയിൽ ഇന്ന് പ്രസംഗിക്കാം. ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റോടെ ഇത് കേൾക്കാനും താല്പര്യമെന്നൊക്കെ ഇരിക്കാം. ബട്ട് ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ചേഞ്ചിങ് മൈ ലൈഫ്? പ്രസംഗിക്കുന്ന വചനം എന്നെ മാറ്റുന്നുണ്ടോ? കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? The word of the Lord is not just a topic for our discussion. The word of the Lord is something that must transform our lives. കേവലം അന്യോന്യം ചർച്ച മാത്രമല്ല, അന്യോന്യം കേൾക്കാമെന്ന് മാത്രമല്ല, അനുസരിക്കുന്ന ഒരു മനോഭാവമുണ്ടോ? മുന്നോട്ട് നിങ്ങൾ വായിച്ചാൽ അത്ഭുതം തോന്നും. ഇവർ ചുമ്മാ വന്നിരിക്കുക മാത്രമല്ല, ചെയ്യുന്നില്ല. അടുത്ത് നോക്കണം. വായി കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ. വചനം പ്രസംഗിക്കുന്നതോട് വലിയ കാര്യമാണ്. വെരി ഗുഡ് മെസ്സേജ്, നൈസ് മെസ്സേജ്. യെസ്, ദ നൈസ് മെസ്സേജ്. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, സൂപ്പർ മെസ്സേജ് ആയിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു, പക്ഷെ എന്തുവാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ലതായിരുന്നു. എന്തുവാണല്ലോ നല്ലതായിരുന്നു, പക്ഷെ എന്തുവാണെന്ന് ഇതൊക്കെ മാറ്റുന്നുണ്ടോ? Is it transforming me, the preacher, and is it transforming you as a listener? Is a serious question that we must evaluate. ഇത് വളരെ എളുപ്പമാണ്, കാരണം വർഷത്തിന്റെ ഒടുവിലൊക്കെ ആയോണ്ട് എത്രയോ വചനഭാഗങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, has it changed my life?
ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്? എന്റെ ജീവിതം മാറുന്നുണ്ടോ? 33 അധ്യായത്തിലെ ആ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് മടങ്ങി 14ലേക്ക് വരണം. 32 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല താനും. കേട്ടോ സംഭവം എന്തുവാ? പ്രവാചകൻ ന്യായവിധിയുടെ ദൂതാ പറയുന്നേ. പക്ഷെ ജനത്തിന് ഇതെന്തോ പോലെ തോന്നുക. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റൊമാൻറ്റിക് സോങ്. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടെ വെച്ച് ഒരു റൊമാൻറ്റിക് ലവ് സോങ് പാടുന്നത് പോലെ ഇരിക്കുന്നു നിന്റെ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ദേ എൻജോയ്ഡ് ദ പ്രീച്ചേഴ്സ് സ്റ്റൈൽ. പ്രവാചകന്റെ പ്രസംഗിയുടെ സ്റ്റൈൽ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രസംഗങ്ങളൊക്കെ പോലെ ഇൻസ്ട്രുമെന്റ് കൂടെ ഉള്ളത് പോലൊക്കെ അവർക്ക് തോന്നി. പക്ഷെ ദൈവം പറയാ, ഇത് കേൾക്കുന്നു മാത്രമേ ഉള്ളൂ, ഇത് ജീവിതം മാറ്റാനുള്ളതല്ല. ഹൗ ഷോക്കിംഗ് ദാറ്റ് ഈസ്. വന്നിരിക്കുകയാണ് ഒരു ഔട്ട്വേർഡ് ഗാർമെന്റ് ഓഫ് പൈറ്റി. ഭക്തിയുടെ ഒരു വേഷമുണ്ട്, പ്രസംഗത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. പക്ഷെ ദൈവം പറയാ, ഇവർക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കണം. കാരണം പ്രത്യേകിച്ചും ചാപ്റ്റർ 14 ആണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ധ്യാനിക്കാൻ എടുക്കുന്നത്. ചാപ്റ്റർ 1 ഓൺവേർഡ്സ്, 8 നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് നോക്കി, 13, 12, 11 ഈ അധ്യായങ്ങളിലെല്ലാം ആവർത്തിച്ച് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളെ, യഹൂദ ജനമേ, ഇങ്ങനെ ഒരു പ്രവാസത്തിന്റെ പ്രധാന കാരണം വിഗ്രഹാരാധനയാണെന്ന് ആദ്യത്തെ അധ്യായങ്ങൾ 14 മുൻപ് തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാഡ് പാർട്ട് ഈസ് 14 അധ്യായത്തിൽ ഈ മൂപ്പന്മാർ വരുമ്പോഴും they have not understood what the prophet is saying. പ്രവാചകൻ ഇതിനെപ്പറ്റിയാ പറയുന്നത് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, the problem with hypocrisy is it will blind our eyes, it will deafen our ears. നമ്മുടെ കണ്ണുകൾ അന്ധത പിടിക്കും, നമ്മുടെ കാതുകൾ അടയും. They have ears but they don't hear. They have eyes പക്ഷെ കാണത്തില്ല. എങ്ങനെയാ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാ. ഹിപ്പോക്രൈറ്റിന്റെ ഒരു കപട ഭക്തിയുടെ ലക്ഷണം മനസ്സിലാക്കാൻ എളുപ്പമാണ്. എങ്ങനെ മനസ്സിലാക്കാം? ആ ജനത്തിന് സംഭവിച്ച അതേ കാര്യം ചിന്തിച്ചാൽ മതി. ആ ജനം എഹെസ്കേൽ പ്രവാചകന്റെ ദൂത് കേൾക്കുമ്പോൾ അവര് പറഞ്ഞു, ഇത് യെരൂശലേമിലെ മൂപ്പന്മാര് കണ്ടോ, അവരെല്ലാം വിഗ്രഹാരാധികളാ. കണ്ടോ, ജനത്തെ കണ്ടോ, അവരെല്ലാം വിഗ്രഹാരാധികളാ. ഈ മെസ്സേജ് എല്ലാം പ്രവാചകൻ പറഞ്ഞ അവർക്ക് വേണ്ടിയാ, ഈ ദൂതെല്ലാം പറഞ്ഞ അവർക്ക് വേണ്ടിയാ. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ? ഇന്നിപ്പോ രാവിലെ ഈ സന്ദേശം പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങൾ കേൾക്കുന്നു, നമ്മുടെ ഉള്ളിലെ മനോഭാവം, നോ 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 നോ, ദിസ് ഈസ് നോട്ട് ഫോർ മീ, ദിസ് ഈസ് നോട്ട് ഫോർ മീ, ഇത് വേറെ ആർക്കോ ആണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദാറ്റ് സേസ് ഇറ്റ് ഓൾ. നമ്മുടെ ഉള്ളിലും കടന്നുകൂടുന്നത് ഞാൻ ഏതോ ഒരു സൂപ്പർ സ്പിരിച്വൽ വേൾഡിലാണ് എന്നുള്ളൊരു കപട ആത്മീയതയുടെ വേഷം നമ്മളിലായിപ്പോയോ? We listen and listen and listen, but the question is it changing us? Is it transforming us? നമ്മൾ പറയുന്ന മെസ്സേജുകൾ നമ്മളെ മാറ്റുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്നത് നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ടോ? If not, we are just like these elders who have come to the prophet, appearing to listen from God, while deep in the heart they worship idols. ഞാൻ എൻ്റെ സന്ദേശത്തെ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പുതിയ നിയമത്തിൽ പല സംഭവങ്ങൾ നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്ത് വെക്കാം. എങ്കിലും പഴയ നിയമത്തിലെ ഒരു ഭാഗം ഞാൻ ഇതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. എ വെരി സിമിലർ ഇൻസിഡന്റ്, and I will conclude.
നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് യെഹെസ്കേൽ 14 മറ്റൊരു ഭാഗം ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 14. 1 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് ക്ഷണിക്കുക. ഞാൻ അവിടുത്തെ സംഭവം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. 1 രാജാക്കന്മാർ 14 സംഭവം അന്നത്തെ രാജാവായിരിക്കുന്ന യെരോബെയാമിന്റെ മകൻ സിക്കായി ദീനം പിടിച്ച് മരിക്കാറായി. തനിക്ക് രോഗം പിടിച്ച് അവശനായിരിക്കുമ്പോൾ ഈ രാജാവ് തന്റെ ഭാര്യയെ വിളിച്ചൊരു കാര്യം പറയും. തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യുക, നീ ശീലോയിലേക്ക് പോകണം, അവിടെ ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്, അഹിയ പ്രവാചകൻ. ആ അധ്യായം എടുത്തെങ്കിൽ അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതാകുമ്പോ വ്യക്തത. 2-ാം ഫസ്റ്റ് വാക്യം. ചാപ്റ്റർ 14 വേഴ്സ് 2. യെരോബെയാം തന്റെ ഭാര്യയോട്, നീ യെരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം, ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക, കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. കേട്ടോ, സംഭവം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. വേഷം മാറിപ്പോവുകയാണ് പ്രവാചകന്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഞാൻ 3-ാം വാക്യം വായിക്കാൻ പറയാൻ കാരണം അവിടെ ഒരു വാക്യം എഴുതിയേക്കുന്നത് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കറക്റ്റ് ദൂത് പറയുന്ന പ്രവാചകന്റെ അടുത്തേക്ക് നീ പോണം, കാരണം എന്നോട് കറക്റ്റ് പറഞ്ഞ് ഞാൻ രാജാവായി. പക്ഷെ രാജാവ് പറയുന്നൊരു തന്ത്രം നിങ്ങൾ അതിനകത്ത് ഓർത്തോ. നീ പോകുമ്പോ വെറുതെ പോകല്ലേ, കയ്യിൽ എന്തോ വേണം? 10 അപ്പവും കുറെ അടയൊക്കെ ആയിട്ട്. എവിടാ പ്രവാചകന്റെ അടുത്ത് ദൂത് കേൾക്കാൻ പോവാ? അടയും അപ്പവും തേനൊക്കെ ആയിട്ട് വേണം നീ പോകാൻ. ഈ തേനും അപ്പവും അടയും ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്നതൊക്കെ കണ്ടിട്ട് മകന്റെ വിവരം, മകൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിന്നോട് പറയുമെന്ന് പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞതുപോലെ വേഷം മാറി രാജാവിന്റെ ഭാര്യ പ്രവാചകന്റെ മുൻപിൽ ചെന്നു. പക്ഷെ അവിടുത്തെ ഒരു സംഭവം അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഈ പ്രവാചകൻ സത്യത്തിൽ വളരെ പ്രായം ചെന്നവനായി, പണ്ടത്തെ പോലെ ഉള്ള ആരോഗ്യമല്ല. പ്രായമായതുകൊണ്ട് തനിക്ക് സത്യത്തിൽ കണ്ണ് ശരിക്ക് കാണത്തില്ല, കണ്ണിന് മങ്ങല് പിടിച്ചു. ഈ സ്ത്രീ വേഷം മാറിയില്ലെങ്കിൽ പോലും ഒരു പക്ഷെങ്കിൽ ഇവിടെ ആരാന്ന് തിരിച്ചറിയാൻ പ്രവാചകന്റെ കണ്ണുകൊണ്ട് കഴിയാത്തൊരു സമയ. പക്ഷെ സംഭവം എന്താണെന്നറിയോ? ദൈവം പറഞ്ഞു, വരുന്നുണ്ട് ഒരാൾ, വേഷം മാറിയാണ് ഇവൾ വരുന്നത്, ഞാൻ പറയുന്നത് പോലെ വേണം നീ ദൂത് പറയാൻ. ഇതേ സംഭവമാണ് നമ്മളും പഠിച്ചത്. ഇപ്പൊ ദൂത് കേൾക്കാനാ വന്ന് മുമ്പിലിരിക്കുന്നേ, പക്ഷെ ദൂത് പ്രവാചകന് ദൈവം നൽകുക നേരിട്ട്. നീ കാണുന്നത് പോലെ അല്ല, ഇത് വേഷം കെട്ട. നീ അപ്പവും അടയും തുരുത്തിലെ തേനും നോക്കി ദൂത് പറയാൻ പോകല്ലേ, ഇത് വേഷമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് കേറി വരുമ്പോൾ തന്നെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്: യെരോബെയാമിന്റെ ഭാര്യയെ അകത്ത് വരിക. ഒരു അന്യ സ്ത്രീ എന്ന് നീ നടിക്കുന്നത് എന്തിന്? വൈ ആർ യു ആക്ടിങ്? നീ എന്തിനാ അഭിനയിക്കുന്നത്? എന്തോ അഭിനയമായത്. അടുത്ത വാക്ക്, കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. ഹിപ്പോക്രറ്റായിട്ട് ഹിപ്പോക്രസി കാണിക്കുന്ന, വേഷം മാറി ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കുന്നവരോട് ദൈവം പറയാനുള്ളത് എന്താ? കഠിന വർത്തമാനം. എന്തുവാ കഠിന വർത്തമാനം? നീ തിരിച്ചു ചെന്ന് പട്ടണത്തിൽ കടക്കുമ്പോൾ തന്നെ കുഞ്ഞു മരിക്കും. അത് തന്നെയാണ് ഇവിടെ 14-ാം അധ്യായത്തിലും. വേഷം മാറി ദൂത് കേൾക്കാൻ, പ്രസംഗം കേൾക്കാൻ. യെസ്, വി വാണ്ട് ദ വേർഡ്. യെസ്, വി ആർ പ്രേയിങ്. യെസ്, വി ആർ ക്രൈയിങ്. ഗോഡ് ഈസ് സേയിങ്, സ്റ്റോപ്പ് യുവർ ആക്ടിങ്. രഹസ്യത്തിൽ ഇരുട്ടിൽ തോന്നിയതുപോലെയുള്ള ജീവിതവും പരസ്യത്തിലുള്ള ആത്മീകതയും, ഇറ്റ് ഡസൻറ്റ് ഗോ ടുഗദർ. ഇറ്റ് ഡസൻറ്റ് ഗോ ടുഗദർ.
Coming back to Ezekiel chapter 14. ദൈവം പറയുന്ന ഒരു ഒരു ആലോചന, ആ ഒരു കൺക്ലൂഷൻ ആയിട്ട് വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. ലുക്ക് അറ്റ് വേർഡ്സ് 6, 7 and 8 വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. Can you read 14 verse 6, 7, 8? ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ, നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പീൻ. ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോടും യഹോവയായി ഞാൻ തന്നെ ഉത്തരം അരുളും. ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരു അടയാളവും പഴഞ്ചൊല്ലുമാക്കും. 8-ാം വാക്യം വായിച്ചായിരുന്നോ? അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിത് വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ പല ഭാഗങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരടയാളമാക്കും, പഴഞ്ചൊല്ലാക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹി വിൽ സ്റ്റാൻഡ് ആസ് എ വാർണിംഗ് ഫോർ ഓൾ അതേഴ്സ്. ഈ ജനത്തിന് വരുത്താൻ പോകുന്ന ന്യായവിധി എല്ലാവർക്കുമുള്ള ഒരു വാർണിംഗ് ആകും. ഈ ഐഡോലട്രിയും ഈ ഹിപ്പോക്രസിയും കാണിക്കുന്ന സകലർക്കുമുള്ള വാർണിംഗ് ആയിട്ട് ഞാൻ അവരെ നിർത്തും. ഇന്നും ആ ജനത്തിന് സംഭവിച്ചത് നമുക്കൊരു അടയാളമായിരിക്കുക പ്രിയമുള്ളവരെ, നമ്മളിൽ അത് സംഭവിക്കാതിരിക്കാൻ. ഇറ്റ്സ് എ വാർണിംഗ്, ഇറ്റ്സ് എ സൈൻ, ഇറ്റ്സ് എ proverb telling us that we must search deep into our hearts. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് നമ്മുടെ ഹൃദയത്തെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 2 കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ചാൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ആവർത്തിച്ച് ബൈബിളിൽ കർത്താവ് കണ്ടം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പാവങ്ങളിൽ ഒന്ന് വിഗ്രഹാരാധനയും. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും യേശുവിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് യേശു കണ്ടം ചെയ്ത് പ്രസംഗിച്ചത് ഹിപ്പോക്രസിക്കെതിരെയാണ്. അന്നത്തെ ആത്മീക നേതൃത്വത്തിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ യേശു കണ്ടം ചെയ്യുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി സഭയുടെ ആദ്യകാല അനുഭവങ്ങളിൽ, ചരിത്രത്തിൽ അനന്യാസ് സഫീറയുടെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നില്ലേ? ജനത്തിന്റെ ഇടയിൽ പേരിനാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളും കൊടുത്തു എന്ന് കാണിക്കാനാകാം, ഐ ഡോണ്ട് നോ. സ്വന്തം സ്ഥലമൊക്കെ വിറ്റ് എല്ലാം കൊടുത്തു എന്നുള്ളൊരു വേഷം കെട്ടി ഈ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ they became a warning for all others. നമ്മൾ ഈ സന്ദേശത്തെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ let us search our hearts. നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഞാൻ പാപത്തെ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരുന്നെങ്കിൽ, if I had cherished sin in my heart, ഞാൻ പാപത്തെ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു കീ വേർഡ്സ് ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയോടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു വാക്യമാണ് 36-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യം. വായിക്കണ്ട, നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ വിധികളെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പറഞ്ഞു വരുന്നത്, ദ പ്രോബ്ലം ഈസ് വിത്ത് ദ ഹാർട്ട്. ഇത് ഹൃദയത്തിന്റെ പ്രശ്നമാണ്. ഇതിന് സൊല്യൂഷൻ ഈസ് ഫ്രം ഗോഡ് ഹിംസെൽഫ്. ഗോഡ് ക്യാൻ ക്ലെൻസ് us. ഒരു ഹാർട്ട് സർജറി പോലെയൊക്കെയല്ലേ ആ വാക്യത്തിൽ പറയുന്നത്? ഒരു സ്പിരിച്വൽ സർജറി where my hearts are being transformed. എൻ്റെ ആഗ്രഹങ്ങൾ മാറുന്ന, എൻ്റെ ഇഷ്ടങ്ങൾ മാറുന്ന, എൻ്റെ ചിന്തകൾ മാറുന്ന ഒരു ദൈവപ്രവർത്തി, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് എൻ്റെ ഹൃദയത്തെ വിഗ്രഹങ്ങളെ പൊളിച്ചു കളഞ്ഞ് എൻ്റെ കപടാത്മികതയൊക്കെ മാറ്റി എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കാൻ പറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ മാറ്റുന്ന.
നമ്മൾ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ലെറ്റ് ദിസ് ബി അവർ പ്രയർ. 36 അധ്യായം നമ്മൾ വായിച്ച പോലെ ഹോളി സ്പിരിറ്റ് കം അഫ്രഷ് ഓൺ മീ, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വന്ന് എൻ്റെ ഹൃദയത്തിലെ പാപവഴികളെ വിട്ട് കർത്താവിന് ഹിതമാമണ്ണം ജീവിപ്പാനുള്ളൊരു സമർപ്പണം. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കർത്താവിനെ കാണും. With the sincerity of our heart, purity in our deepest being, let us come close to God. അങ്ങനെയുള്ളവരെ നോക്കി ദൈവം പറയുന്നത്, ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവന് ദൈവം നല്ലവനായിരിക്കും. God will be close to the broken hearted. God will be close to those pure in heart. നമുക്ക് അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഈ വചന ചിന്തകൾ സഹായകരമാകട്ടെ. അന്നത്തെ മൂപ്പന്മാരെ നോക്കി ദൈവം കോപത്തോടെ ഞാൻ ഇവർക്ക് ഉത്തരം അരുളണമോ എന്നുള്ള ചോദിച്ച ചോദ്യത്തിനപ്പുറത്ത് ദൈവം കരുണയിൽ, ദൈവം സ്നേഹത്തിൽ, ദൈവം തൻ്റെ കരുതലിൽ നമ്മളുടെ സമീപത്തിറങ്ങി വന്ന് നമ്മളോട് ചേർന്ന് വസിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് കർത്താവ് നൽകട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. May the Lord cleanse us. കർത്താവ് നമ്മളെ ഈ വചനധ്യാനത്താൽ ശുദ്ധീകരിച്ച് കർത്താവിന് പ്രസാദമുള്ളവരെ ജീവിപ്പാൻ ഇനി നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.